നിവിൻ പോളിയുടെ പിറന്നാൾ ദിനമായിട്ട് ഒരുപാട് സിനിമാ വാർത്തകളാണ് പുള്ളിക്കാരനെ ഈ തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ നിവിൻ പോളിന് വരാൻ പോകുന്ന തമിഴ് സിനിമ നോക്കുകയാണെങ്കിൽ ബെൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമയല്ല, പുള്ളിന്റെ ആ ഒരു യൂണിവേഴ്സിൽ വരുന്ന സിനിമയും കൂടിയാണ്. ഡയറക്ഷൻ നമ്മുടെ ഭാഗ്യരാജ് കണ്ണനാണ്. നമ്മുടെ കാർത്തി അഭിനയിച്ച ജയ് സുൽത്താൻ എന്ന സിനിമയിൽ സംവിധായകനും കൂടിയാണ്. സ്റ്റോറിയാണ് നമ്മുടെ ലോകേഷ് കനകരാജ്. എന്തായാലും പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്ന നമ്മുടെ സായി അബ്ദേങ്കർ ആണ്. പുള്ളിനെ റീസെന്റ് പുറത്തിറങ്ങുന്ന സിനിമയാണ് നമ്മുടെ ഡ്യൂഡ് എന്ന് പറഞ്ഞ പ്രദീപ് രംഗാനാഥൻ അമിതാഭ് ബച്ചൻ സിനിമ. റിലീസ് ചെയ്ത സിനിമയാണ് നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. നല്ല സോങ്സും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെയാണ് ടീസറിലും ട്രെയിലറിലും കാണാൻ സാധിച്ചത്. അത് മാത്രമല്ല സിനിമയിൽ നമ്മുടെ രാഘവ ലോറൻസ്, നിവിൻ പോളി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. പടത്തിന്റെ ഭാഗത്ത് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നിവിൻ പോളിന്റെ ഭാഗത്ത് നിന്ന്. മറ്റൊരു സിനിമയാണ് മലയാള സിനിമ, ഹൊറർ സിനിമയാണ്. ഈ വർഷം തിയേറ്റർ റിലീസിന് വരാൻ പോകുന്ന സിനിമയാണ് സർവം മായ എന്ന് പറഞ്ഞ സിനിമ. ഒരു കില്ലൻ ടീസറാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത് നിവിൻ പോളിന്റെ പിറന്നാൾ ദിനമായിട്ട്. സർവം മായ എന്ന് പറഞ്ഞ സിനിമ. നിവിൻ പോളി, റിയ, ഷിബു അതുപോലെ തന്നെ അജു വർഗീസ് എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ജസ്റ്റിൻ പ്രഭാകരനാണ് സിനിമയിൽ ഗാനങ്ങളിൽ തയ്യാറാക്കുന്നത്. പുള്ളിന്റെ കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ രാധേശ്യാം എന്ന സിനിമയാണ്. പിന്നെ ഡയറക്ഷൻ നമ്മുടെ അഖിൽ സത്യനാണ്. പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു ഫഹദ് ഫാസിൽ സിനിമയുടെ സംവിധായകനും കൂടിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ വർഷം ക്രിസ്മസ് റിലീസാണ് സർവം മായ എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു ഹൊറർ സിനിമയ്ക്കായിട്ട്. എന്തായാലും കിരലൻ ടീസർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലെ ടീസറിന്റെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക. ഒരു ക്ലീൻ ടീസർ, നത്തിങ് സ്പെഷ്യൽ. മറ്റൊരു സിനിമയാണ് നമ്മുടെ നിവിൻ പോളിന്റെ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ. ഒരു കിടലൻ പോസ്റ്റർ തന്നെയാണ് പിറന്നാൾ ദിനമായിട്ട് സിനിമ ടീമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. നിവിൻ പോളി, ലിജോ മോൾ, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ടൈം ഇല്ലാതെ പോയ ഒരു സിനിമയും കൂടിയാണ്. എന്നിട്ട് നമ്മുടെ നിവിൻ പോളി ചെയ്യുന്ന ക്യാരക്ടറും കൂടിയാണ് ഈ ഒരു സിനിമ. അതും ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഡയറക്ഷൻ നമ്മുടെ അരുൺ വർമ്മയാണ്. പുള്ളിക്കാരൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഗരുഡൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സിനിമയിലെ കിണ്ണമായ ഡയറക്ഷനാണ് പുള്ളിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ വർഷം തന്നെ റിലീസ് പ്ലാൻ ചെയ്യുമെന്ന് കേൾക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും സിനിമയുടെ ഭാഗത്ത് ഒരു അടിപൊളി പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ബേബി ഗേൾ എന്ന് പറഞ്ഞ നിവിൻ പോളിന്റെ ഒരു സിനിമയ്ക്കായിട്ട്. മറ്റൊരു സിനിമ അപ്ഡേറ്റ് നമ്മുടെ നിവിൻ പോളി പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന സിനിമയാണ് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഭാഗത്ത് ഒരു അടിപൊളി സ്പെഷ്യൽ പോസ്റ്റർ വന്നിരിക്കുകയാണ്. നമ്മുടെ നിവിൻ പോളിന്റെ ഹാപ്പി ബർത്ത്ഡേ നിവിൻ പോളി പറഞ്ഞിട്ട്. എന്തായാലും നിവിൻ പോളി, നയൻതാര എന്നിവർ അഭിനയിക്കുന്ന ഒരു സിനിമയല്ല, ലവ് ആക്ഷൻ ഡ്രാമയിൽ ഇവരുടെ ഒരു കോംബോ അടിപൊളിയാണ്. എന്തായാലും വീണ്ടും അത് കാണാൻ സാധിക്കുമെന്ന് കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക്. ഈ സിനിമയും ഉടൻ തന്നെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ്. എന്തായാലും ഡയറക്ഷൻ നമ്മുടെ സന്ദീപ് കുമാറും അതുപോലെ തന്നെ ജോർജ് ഫിലിപ്പ് റോയ് രണ്ടുപേരാണ് ചെയ്യുന്നത്. ഡെബ്യൂട്ടായ ഒരു പുതിയ സംവിധായകന്മാരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും സിനിമയും ഉടൻ തന്നെ തിയേറ്റർ റിലീസ് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ നിവിൻ പോളിന് ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയുടെ റിലീസിനായിട്ട്. മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിവിൻ പോളിന് ഇനി വരാൻ പോകുന്ന ഒരു സിനിമയായിരുന്നു നമ്മുടെ ഡോളി ബി ദിനേശ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഈ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്തു എന്നാണ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ നമ്മുടെ സംവിധാനം നമ്മുടെ തമറാണ്. അതുപോലെ തന്നെ വിനായക് അജിത്താണ് സിനിമ നിർമ്മിക്കുന്നത്, പ്രൊഡക്ഷൻ ഹൗസ്. എന്തായാലും നിലവിൽ നിവിൻ പോളി സിനിമ ഡ്രോപ്പ് ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫെർദറായി വരുന്ന അപ്ഡേറ്റ് എന്തായാലും ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്. അതിന് മുമ്പ് എല്ലാവരും കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അപ്ഡേറ്റ് ഏതായിരുന്നു കൺബോക്സ് ചെയ്യപ്പെടുത്തുക.